ഇതിപ്പോൾ എന്തെങ്കിലും പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി കയറിയത് റൂമിൻ്റെ സൈഡായിട്ട് പിന്നെ നൂഡിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് കാഠ്മണ്ഡുവിലുള്ള കാഠ്മണ്ഡു സിറ്റി തന്നെയുള്ള ഒരു സ്ട്രീറ്റാണ് കേട്ടോ. നൈറ്റ് സ്ട്രീറ്റ് എന്ന് പറയും, അങ്ങനെ പറയാൻ പറ്റുമോ അറിയില്ല. നൈറ്റ് ലൈഫ് അങ്ങനെ പറയാം. അതായത് സിറ്റി തന്നെ. അതായത് ഞാനിപ്പം ബാലാജി പാർക്ക് എന്നാണ് വരുന്നത്. ബാലാജി പാർക്സിൻ്റെ അടുത്തുള്ളൊരു അതിൻ്റെ അടുത്താണ് ഞാൻ റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞാനിപ്പോൾ ഇങ്ങോട്ട് നടന്നു വന്നിരിക്കാം ഇത് കാണാൻ വേണ്ടി. ഒരുപാട് ഒരു 2-2.5 കിലോമീറ്റർ നമുക്ക് ഇങ്ങോട്ട് നടന്ന് വരണം ഇത് കാണണമെങ്കിൽ. ഇത് സ്ഥലം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ഇപ്പം ഇതിൻ്റെ പുറത്ത്, അതായത് താമേൽ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. കാഠ്മണ്ഡുവിലെ താമേൽ എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റ്. അപ്പോൾ ഇത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്തുള്ള കാഴ്ചകളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഒരു പ്രത്യേകത, അതായത് ഒരുപാട് വിദേശികൾ വരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കത് കാണുന്നതന്നെ മനസ്സിലാവും. ഒരുപാട് വിദേശികൾ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാനും ഒരു വിദേശിയാണ്. എന്നാലും അധികം യൂറോപ്പിൽ നിന്ന് വരുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. സൈഡിലൊക്കെ ഉണ്ടോ ഒരുപാട് പേര്. അതായത് ഒരുപാട് ഷോപ്പുകൾ, വസ്ത്രങ്ങളുടെ ഒരുപാട് ലക്ഷറി ഷോപ്പിലുകൾ, റെസ്റ്റോറൻറ്റുകൾ, പിന്നെ ബാറുകൾ ഒക്കെ എന്താ പറയുക. ഇവിടെ അടുത്ത സൈഡിലൊരു അമ്പലം ഉണ്ട് കേട്ടോ. ഉണ്ടോ മൊത്തം വേറൊരു സ്ഥലത്തേക്ക് വന്ന പോലെ ഉണ്ട്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചാൽ ബാഗുകൾ, ഒരുപാട് സ്റ്റാറ്റുകൾ, ചെറിയ ഈ ബ്രാസിൻ്റെ കാണുമ്പോൾ അടിപൊളി സ്ഥലം. ഇങ്ങനെ ഒരു സ്ഥിതി ഞാനിതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിലൂടെ നടന്നു പോയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ നേരത്തെ ഒരു സ്ഥലത്ത് നേരത്തെ പോയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. മഴ പെയ്ത കാരണം എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. അതിപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ഇതിലൂടെ ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടത് എന്തായാലും ഇന്ന് രാത്രി വരണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ രാത്രി പോയി ഇറങ്ങിയിരിക്കുക. സമയം 7:30 മണിയായി. ഇവിടെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടെ എന്തായാലും കാഠ്മണ്ഡു വരികയാണെങ്കിൽ, നേപ്പാളിൽ കാഠ്മണ്ഡു വരികയാണെങ്കിൽ എന്തായാലും ഈ സ്ഥലങ്ങളൊന്നും ആരും ഒഴിവാക്കില്ല എന്തായാലും. ഉണ്ടോ എങ്ങോട്ട് നോക്കിയാലും അവരെന്നാണ് വിദേശികളെന്നാണ് ഒരുപാട്. നല്ല നല്ല ഷൂ, നല്ല നല്ല ബാഗ്, ലെതറിൻ്റെ ബാഗുകൾ കിട്ടുന്ന സ്ഥലമുണ്ട്. ഒരു ഹനുമാൻ്റെ അമ്പലമാണ് കേട്ടോ. അതിനകത്ത് ഒത്തിരി മിസ്സുകെട്ട് കളിക്കുന്നു അതിനകത്ത്. ഒരുപാട് ഒരു 2 മണിക്കൂറിന് മുകളിൽ നമ്മൾ നടന്നാലും തീരില്ല. അത്രയും വഴികളുണ്ട് ഇതിനകത്തൂടെ. എല്ലാം ഏതാണ്ട് ഒരേപോലെ ഇരിക്കും. ഞാനിപ്പോൾ ഇതിലൂടെ നടന്നപ്പോൾ നേരം വഴിക്കാലൊന്നും എനിക്കൊരു പേടിയില്ല. കാരണം ഒരുപാട് നടന്നു പോകാണ്ട് ചെറിയ വഴികളിലൂടെ ആരും ഇല്ലാത്ത. ഞാൻ വരുന്ന സമയത്ത് അവിടെ ആരുമില്ല, പക്ഷേ ആളുകൾ കുറവാണ്. ഇടത്തോ വലത്തോട്ട് പോകാം. ഇത് ആ വഴിയിൽ നിന്ന് മാറിയിട്ടൊരു വേറൊരു വഴിയാണ് കേട്ടത്. അതിൽ ഷൂകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഞാൻ എന്തായാലും വില ഒന്നും ചോദിക്കാൻ പറ്റുന്നില്ല. എന്തായാലും വാങ്ങില്ല വെറുതെ. ഒരുപാട് സൂനിയർ കടകളുണ്ട്. പിന്നെ ഇപ്പോഴത്തെ മോഡൽ തരം ഈ
ഫ്രീ സ്റ്റൈൽ ഡ്രസ്സുകളില്ലേ, അതൊക്കെ ഒരുപാടുണ്ട്. എനിക്ക് മൈക്കില്ല. ഞാൻ ഈ ക്യാമറ വാങ്ങിയ ശേഷം മൈക്ക് കൂടി വാങ്ങണം, എന്നാലേ ഉള്ളത്. ദൂരത്ത് പിടിച്ചിട്ടാണെങ്കിൽ അത്ര വ്യക്തമായിട്ട് കേൾക്കില്ല. എന്നോട് ചെറുതായിട്ട് വഴി തെറ്റിപ്പോയി. ഇതിന് കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇടത്തോട്ടുള്ള വഴി കാരണം അതിലൂടെ പോയാൽ അടുത്ത വഴിയിലേക്ക് കയറാം. ഇതേപോലെ തന്നെ ഇത് വേറൊരു വഴിയാണ് കേട്ടോ. എല്ലാം ഏതാണ്ട് ഒരേപോലെ തന്നെ ഉണ്ട് സ്ഥലങ്ങൾ. പക്ഷേ സ്ഥലങ്ങൾ ഒരുപാടാണെങ്കിലും അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഈ ഇന്ത്യൻ റുപ്പി ഈ നേപ്പാളിയിലേക്ക് മാറ്റുന്ന സമയത്ത്, നേപ്പാളി പൈസയിലേക്ക് മാറ്റുന്ന സമയത്ത് എനിക്ക് ഇവിടുന്ന് 1.5 രൂപ, അതായത് അവിടുത്തെ 1 രൂപയ്ക്ക്, ഇന്ത്യൻ റുപ്പിക്ക് 1 രൂപയ്ക്ക് ഇവിടെ 1.5 രൂപ കിട്ടും. 10 രൂപ 10 പൈസ അവരെടുക്കുന്നത്. അതായത് 2000 രൂപയ്ക്ക് 3000 രൂപ കിട്ടുള്ളൂ. അത്ര തന്നെ. നല്ല പെയിൻറ്റിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതുപോലെ പെയിൻറ്റിങ്ങുകൾ. ഇവിടെ 8 മണി ആണായി. ഞാൻ നേരത്തെ ഇതിലൂടെ വരുന്ന സമയത്ത് മറ്റേ ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ വെയിറ്റ് താങ്ങാൻ പറ്റാത്ത കാരണം ഞാൻ മെല്ലെ വേറെ നടക്കുമായിരുന്നു റൂമിലേക്ക്. അപ്പോൾ അവിടെ കൊണ്ട് അത് ആ വലിയ ബാഗ് അവിടെ വെച്ചിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നു. കണ്ട ഒരു സുവനീർ കടയത്. ഇതിന് നേപ്പാളി 250 രൂപ. How much in Indian rupee? Indian goes into 250 to register time, okay? Interesting അല്ലേ കാണാൻ? ഒരുപാട് ഐറ്റംസ് ഉണ്ട്. 160 കീ ചെയിനുകൾ കണ്ടോ. ഞാനെന്തായാലും ഒന്ന് വാങ്ങട്ടെ. ഞാൻ ഈ 2 വാങ്ങി, ഈ 3 വാങ്ങി. 750 രൂപ ഇവിടുത്തെ. ഇതെങ്ങനെയാണെന്നറിയോ? ഇത് നമ്മൾ എന്താ വെച്ചാൽ ഒരു 4 ലൈനാണ്, നല്ല ലെങ്ത്തുള്ള 4 ലൈന്. അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷോർട്ട് കട്ട് ഉണ്ട്. അങ്ങനെയാണ്. ഇതിപ്പോൾ നടുക്കുള്ള ലൈനിൽ കൂടി ഞാൻ പോകുന്നത്. അധികം ഇവിടെ നിൽക്കാനുള്ള സമയമില്ല എനിക്ക്. പെട്ടെന്ന് തിരിച്ച് റൂമിലെത്തണം. അടിപൊളി ഐറ്റംസുകളുണ്ട് ഇവിടെ ഉള്ള. ഓരോ ഡ്രസ്സുകളാണെങ്കിലും എന്താണെങ്കിലും വെറൈറ്റീസ് ആയിട്ടുള്ള ഓരോ സാധനങ്ങളും. ഇത് ഏതാണ്ട് ഇനി ഇവിടുന്ന് അവസാനിപ്പിക്കാം. ഞാൻ റൂമിലേക്ക് പോകാനുള്ള പരിപാടിയില്ല. അതിലൂടെ നിന്നാൽ ശരിയാവില്ല. ഓക്കെ, ഏതാണ്ട് ഞാൻ റോഡ് കാണുന്നില്ല. അവിടെ നിന്ന് അങ്ങോട്ട്
പിന്നെ ആരും ഉണ്ടാവില്ല. ഓക്കെ ബൈ.